ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കൊഴിയാതെ മലബാർ. കോഴിക്കോട് മിഠായി തെരുവിൽ ഇപ്പോഴും തിരക്കാണ്. തിരുവോണ ആഘോഷത്തിന്റെ അവസാനവട്ട സാധനങ്ങളും വാങ്ങാനുള്ള ഒട്ടപ്പാച്ചിലാണ് ഓരോരുത്തരും. മിഠായി തെരുവിൽ നിന്നും ശിവദാസ് കന്മാനം തയ്യാറാക്കിയ റിപ്പോർട്ട്. രാത്രി വൈകിയും ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒക്കെ തിരക്കിലാണ് കോഴിക്കോട് ജില്ലയും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. ഈ രാത്രി വൈകിയ സമയത്ത് പോലും നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകളാണ് ഇപ്പോഴും ഈ മിഠായി തെരുവിൽ ഉള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഒരു പ്രതികൂല കാലാവസ്ഥയായി അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യമായി നിലനിന്നിരുന്നു. പക്ഷേ ഇന്ന് മഴ ഇല്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. നാളെയാണ് ഓണം, ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. അതിൽ ഈ ഇപ്പോൾ വൈകിയ സമയത്തും ഇപ്പോഴും വലിയൊരു തിരക്ക് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും. ഇനിയും ഒരുപാട് സമയം ഇത്തരത്തിലുള്ള വലിയ ബഹളങ്ങളും കച്ചവടവും ഒക്കെ ഇവിടെ തകൃതിയായി തന്നെ നടക്കും. ഈ കോഴിക്കോട് ജില്ലയിലെ തന്നെ, പ്രത്യേകിച്ച് മലബാറിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രം കൂടിയാണ് ഈ ഒരു മിഠായി തെരുവ് എന്ന് പറയുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് ഓണത്തിന്റെ വൈബൊക്കെ? എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എങ്ങനെയുണ്ട്? സാധാരണ മിഠായി തെരുവിലൊക്കെ മറ്റു കടകളൊക്കെ അപേക്ഷിച്ച് വിലക്കുറവും വ്യത്യാസം? തിരക്കായതുകൊണ്ട് പോയിട്ടില്ല. എന്താ പോവാൻ? തിരക്കല്ലേ നല്ലേ. എല്ലാ വർഷവും ഇങ്ങനെ തിരക്കുണ്ടാവും? ഇവിടെ മിഠായി തെരുവിൽ കുറച്ച് വ്യത്യാസമുണ്ട്, വില കുറവുണ്ടാവും, പിന്നെ കളക്ഷൻ ഉണ്ടാവല്ലോ, അതുകൊണ്ട് വരുന്നത്. എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ. അതെ, വാങ്ങിച്ചു തന്നു. എല്ലാ ഓണത്തിനുള്ള എല്ലാം വാങ്ങിച്ചു തന്നു. വാങ്ങിച്ചു തന്നു. എന്തൊന്നും പറയാത്തെ? എങ്ങനെ കച്ചവടക്കാരും അതുപോലെ തന്നെ വാങ്ങാൻ വന്ന ആളുകളും ഒക്കെ ഇപ്പോഴും ഈ രാത്രി വൈകിയ സമയത്തും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വ്യത്യസ്ത ആളുകളുണ്ട്. ഇവിടെ അത്രയും തിരക്കാണ് അതിനുള്ളിൽ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പോലും കഴിയുന്നില്ലെന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വൈകിയ സമയത്തും ആ ഒരു തിരക്ക് തന്നെയാണ്, ഉത്രാടപ്പാച്ചിലിൻ്റെ ഈ തിരക്ക് തന്നെയാണ് ഇവരുടെ വാക്കുകളിലൊക്കെ സൂചിപ്പിക്കുന്നത്. വിലക്കുറവിൽ ഇവിടെ നിന്നും സാധനങ്ങൾ ലഭിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.